ലെബാനോനിലെ ദേവദാരു. ലെബാനോനിലെ ദേവദാരു ആത്മീയ ശക്തിയുടെയും അതിജീവനത്തിൻ്റെയും പ്രതീകമാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് വളരുന്ന ഒരു വൃക്ഷമാണ് ഈ ദേവദാരു. ദേവദാരുവിൻ്റെ വേരുകൾ അതിൻ്റെ ഉയരത്തേക്കാൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പലപ്പോഴും പാറകൾ തുളച്ചു കയറിയാണ് അവ വെള്ളവും സ്ഥിരതയും കണ്ടെത്തുന്നത്. പ്രതിസന്ധികളുടെ വൻ കാറ്റുകൾ അടിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന പാറയിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസം മാത്രമേ നമ്മെ വീഴാതെ സൂക്ഷിക്കുകയുള്ളൂ. യെരുശലേം ദേവാലയം നിർമ്മിക്കുവാൻ ശലോമോൻ രാജാവ് ഉപയോഗിച്ചത് ലെബാനോനിലെ ദേവദാരുക്കളാണ്. ദേവാലയത്തിൻ്റെ തൂണാകാൻ ആ വലിയ വൃക്ഷം മുറിക്കപ്പെടുകയും അത് തച്ചൻ്റെ കരങ്ങളിലൂടെ ദേവാലയത്തിനായി ഒരുക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നത് അവൻ്റെ വലിയ മഹത്വത്തിനായാണ്. ജീവിതത്തിലെ ചില മുറപ്പെടുന്ന അനുഭവങ്ങൾ ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നതിനാണ് എന്ന് വിശ്വസിക്കുക. ലെബാനോനിലെ ദേവദാരു പോലെ തളരാതെ നമ്മെ രൂപപ്പെടുത്തുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുക. 92-ാം സങ്കീർത്തനം 12-ാം വാക്യം: നീതിമാൻ ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ഏവർക്കും ദൈവകൃപയാൽ മനോഹരമാകട്ടെ ഈ ദിനം.